ഉത്രാടപ്പാച്ചിലിന്റെ കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കൊപ്പം കാസർഗോഡ് നിന്ന് അർച്ചന രവീന്ദ്രൻ ചേരുന്നു. അർച്ചന രവീന്ദ്രൻ, അങ്ങ് വടക്ക് ചന്ദ്രഗിരിപ്പുഴയ്ക്കപ്പുറത്ത് എങ്ങനെയാണ് ഉത്രാടപ്പാച്ചിൽ? അരുൺ, ഗംഭീരമായി തന്നെ കാസർഗോഡും ഉത്രാടം ആഘോഷിക്കുകയാണ്. നമുക്കറിയാം ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ആ ഒരു ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിൽ തന്നെയാണ് കാസർഗോഡ് നഗരവും. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഈ പൂക്കളൊക്കെ വിൽക്കുന്ന ഒരു കച്ചവടത്തിനടുത്താണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകൾ ഇതിന് ചുറ്റുമുണ്ട്. ഇനി അവസാന ഘട്ടം മിനുക്കുപണി ആയതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാം തിരക്കിൽ തന്നെയാണ് ഈ കച്ചവട ആളുകൾ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെയുള്ള ആളുകളോടൊക്കെ ചോദിക്കാൻ ചെറിയൊരു പേടിയുണ്ട്. കാരണം കർണാടക ബോർഡർ ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഷ നമുക്ക് വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു ചേട്ടത്തിനെ അത് നിർത്തിയിട്ടുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എങ്ങനെയുണ്ട്? എന്തായാലും ചേട്ടനടക്കമുള്ള ആളുകൾ കച്ചവടം കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. നമുക്കറിയാം തിരക്കിലാണ് എല്ലാ ആളുകളും ഇപ്പൊ പൂ വാങ്ങേണ്ടതും, അതായത് അത്തരത്തിലുള്ള ഒരുപാട് തിരക്കിൽ തന്നെയാണ്. നമുക്കറിയാം ഒരുപാട് ആളുകളുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് ഓണൊക്കെ എവിടെ വരെ? ഓണം നന്നായി പോകുന്നുണ്ട്. അത്യാവശ്യം ഫസ്റ്റ് ഓണമാണ്, നമ്മൾ രണ്ടാളും ഫസ്റ്റ് ഓണമാണ്. അതിന്റെ ഒരു നന്നായിട്ട് പോകുന്നുണ്ട്. എന്തൊക്കെ പ്ലാനുകൾ എന്തൊക്കെയാണ്? സ്കൂൾ വെക്കിലേക്ക് ഒന്ന് പോകണം, പിന്നെ ഇവിടെ വീട്ടിലേക്കും നമ്മളെ വീട്ടിലേക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വന്നു പോകാനുണ്ട്. എല്ലാം നന്നായി പോകുന്നുണ്ട്. സദ്യക്കുള്ള എല്ലാ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു? സാധനങ്ങളൊക്കെ മേടിച്ചോ? അത്യാവശ്യം ഇന്നൊരു സദ്യ കഴിഞ്ഞു, നാളെ ഒരു സദ്യ. ഇന്ന് ഉത്രാട സദ്യ കഴിഞ്ഞു, നാളെ തിരുവോണ സദ്യ. അത് തന്നെ. ചേച്ചി, എങ്ങനെയാണ്? ഫാമിലി തന്നെയാണോ? അതെ, ഞങ്ങൾ ഫാമിലിയായിട്ട് വൈകുന്നേരം ആകുമ്പോൾ പൂക്കച്ചവടം കുറച്ചും കൂടെയും എല്ലാം ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പൂക്കച്ചവടമാണ്. അതല്ല, ഇനിയിപ്പം സദ്യക്ക് എന്തൊക്കെ വിഭവങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമായിട്ടാണ് കാസർഗോഡ്, അതുകൊണ്ട് എന്തൊക്കെ വിഭവങ്ങൾ? പച്ചക്കറി തന്നെയാണ്. സാമ്പാർ, അവിയൽ, തോരൻ, പുളിയിഞ്ചി, ഇങ്ങനെയൊക്കെയുള്ള ഓണസദ്യ. ശരിക്കും നമ്മുടെ മലബാറുകാരുടെ പ്രത്യേകത തന്നെ നോൺ വെജ് ആണ്. അപ്പൊ നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഉണ്ടോ? ഇല്ല, ഞങ്ങള് പച്ചക്കറിയാണ് ഓണത്തിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ പായസം, 2 തരം പായസം, പാൽപ്പായസം. ഓക്കെ, ഇപ്പോഴേ അരിഞ്ഞു വെക്കാനൊക്കെ തുടങ്ങേണ്ടി വരുമല്ലേ ചേച്ചി? രാത്രിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെക്കണം. എന്തായാലും ഒരുപാട് തിരക്ക് തന്നെയാണ് കാസർഗോഡത്തെ ഓണവിശേഷങ്ങളാണ് അർച്ചന രവീന്ദ്രൻ പങ്കുവച്ചത്. നമുക്കിനി വൈകുന്നേരം 10 മണിക്ക് ശേഷം ബാക്കി കാഴ്ചകളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം. നമുക്കൊപ്പം ഇനി അലി അക്ബഷയുണ്ട് തൃപ്പൂണിത്തുറയിലെ വിശേഷങ്ങളുമായി. അലി അക്ബഷ, തൃപ്പൂണിത്തുറയിൽ എവിടം വരെ എത്തി ഓണം? അരുൺകുമാർ, തൃപ്പൂണിത്തുറയിൽ ആഘോഷം അതിന്റെ അങ്ങേ അറ്റത്തെത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തുറ അത്തം നഗറിലാണ്. നമ്മൾ നേരത്തെ മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കാണിച്ചു. ഇവിടെ ഒരുപാട് റൈഡുകളൊക്കെയായി കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഗംഭീര പാർക്ക് തന്നെ ഈ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ ജനത്തിരക്ക്, കുടുംബമായി ആളുകൾ, നിരവധി ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, നേരത്തെ എത്തിയോ? നേരത്തെ എത്തി. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞോ? ഡ്രസ്സും പൂക്കളും ആയിട്ടില്ല. ഹലോ, പേരെന്താ? അദ്വിക്ക്. ഇവിടെ നിരവധി റൈഡുകളുണ്ട്. ഇതൊക്കെ കണ്ടിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണെന്ന് തോന്നുന്നു. അതുപോലെ ഒരുപാട് ആളുകൾ, വലിയ ജനത്തിരക്ക് ഇങ്ങോട്ട് അനുഭവപ്പെടുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ ഒരു വശത്ത് പൂക്കളുടെ വലിയ മാർക്കറ്റുകൾ, ഒരു വശത്ത് തുണിത്തരങ്ങളുടെ വലിയ മാർക്കറ്റുകൾ, അങ്ങനെ ആകെ മൊത്തം വൈബായിരിക്കുകയാണ് തൃപ്പൂണിത്തുറ ആകെ തന്നെ. അതിനുപോലെ തന്നെ കുട്ടികളെ ആകർഷിക്കാനായുള്ള കളിപ്പാട്ടങ്ങൾ നമുക്കിവിടെ കാണാം. ഓരോ റൈഡിലും കുറേ കുഞ്ഞു കുരുന്നുകൾ കയറിപ്പോകുന്നത്, മുകളിലേക്ക് കയറിപ്പോകുന്നു, വലിയ ആവശ്യത്തിൽ താഴോട്ട് ചാടി വരുന്നു. അങ്ങനെ ഒരു ഗംഭീര കാഴ്ച, ഒരു ഗംഭീര ആഘോഷ കാഴ്ചയിൽ തന്നെയാണ് തൃപ്പൂണിത്തുറ ഉള്ളത്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് നമ്മുടെ ഒരു ഗുണ കേവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണക്കാർക്ക് ഇനിയിപ്പോൾ ഗുണ കേവ് അവിടെ പോയി കാണാനുള്ള ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അതൊന്ന് ചെറുതായി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഒരു കൃത്രിമ ഗുണ കേവ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ആഘോഷങ്ങളുടെ വലിയ ഒരു ഘോഷയാത്രയിലേക്ക് തന്നെ കടന്നു കഴിഞ്ഞിട്ടുണ്ട് തൃപ്പൂണിത്തുറയിലെ ആളുകളെല്ലാം തന്നെ. ഒരുപാട് കുട്ടികൾ ഈ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ഹലോ, പേരെന്താ? ഓണാഘോഷം എവിടെ വരെയായി? പുതിയ ഉടുപ്പെടുത്തോ? ഇവിടെ റൈഡിൽ വല്ലതും കേറിയോ? കഴിഞ്ഞ ദിവസം വന്നു. നല്ലതാ. അരുൺകുമാർ, എന്തായാലും ആ ഓളത്തിലേക്ക് കടന്നു കഴിഞ്ഞു തൃപ്പൂണിത്തുറ. എല്ലാ തരത്തിലും പുതിയ തുണിത്തരങ്ങളൊക്കെ എടുത്ത് പൂക്കളമൊക്കെ ഇട്ട് കുട്ടികളുടെ ആഘോഷങ്ങളൊക്കെ ആയി ഒരു ഓളത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് തൃപ്പൂണിത്തുറ. അലിയും മടങ്ങുന്നതിന് മുമ്പ് ഒരു റൈഡിലേക്ക് കയറി ആനന്ദിച്ചിട്ട് വരൂ.